ഗൈസ്, അപ്പം നമ്മൾ ബാവലി ചന്തയിൽ വന്നു. കൊള്ളാം, നല്ല എൻജോയ് ചെയ്തു. മഴ ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. യൂഷ്വലി എല്ലാം ഉള്ളതുപോലെ തന്നെ നമ്മൾ പുറത്ത് വാങ്ങുന്നതിനേക്കാളും ഇവിടെ വില കൂടുതലാണ്, ചെറിയൊരു വേരിയേഷനും കാണും. എന്നാലും നമ്മൾ വന്നു, എൻജോയ് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ, ഞാൻ ഇപ്പം നിൽക്കുന്നത് അവിടെയാണ്, പാർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ പണി തന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 100 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ്, ഇപ്രാവശ്യം 200 രൂപ. അപ്പോൾ ഇവിടെ വരുന്നവർ പാർക്കിങ്ങിൻ്റെ കാര്യം, നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും കുറച്ച് ഒരു 1/2 കിലോമീറ്റർ മുമ്പ് വിട്ടിട്ട് ഒരു ഓട്ടോ പിടിച്ച് വന്നാൽ പോലും നിങ്ങൾക്ക് 50 രൂപ ചിലവാകുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കിങ്ങിന് 200 രൂപ ചാർജ് ചെയ്യാണ്. 200 രൂപ എന്ന് പറയുന്നത് ഭയങ്കര ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ. 200 രൂപ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു പാർക്കിംഗ് ഫീസാണ്. ഈവൻ എയർപോർട്ടിൽ പോയാൽ പോലും നമുക്ക് ഇത്രയും പാർക്കിംഗ് ഫീസ് ഇല്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു കോസ്റ്റ്ലി ആയിട്ട് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഞ്ചായത്ത്, അതായത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നഗരാക്ഷി ആണ് ഇതിൻ്റെ കാരണമെന്നാണ് അവർ പറയുന്നത്. അതായത് എല്ലായിടത്തും ഒരേപോലെ ഇതാണ് നമ്മളെ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് റെസിപ്റ്റ്. അതായത് 200 രൂപയാണ്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. 200 രൂപയാണ് ഇവരിതിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 200 രൂപ ഒരിക്കലും ആവശ്യമില്ല. 200 രൂപ പാർക്കിങ്ങിന് വാങ്ങേണ്ട ഒരു കാര്യവുമില്ല. അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നഗരാക്ഷി കാരണം എന്നാണ് പറയുന്നത്, മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. അവർ എല്ലാ സ്ഥലത്തും ഒരേ പേയ്മെൻറ്റ്, അതായത് 200 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പാർക്കിങ്ങിലും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതാണ് നമ്മൾ പാർക്ക് ചെയ്തത്, ആഷിക് 4 വീലർ പാർക്കിങ്ങിലാണ് നമ്മൾ നിർത്തിയത്. സോ ഗൈസ്, നിങ്ങൾ വരുമ്പം വളരെ സൂക്ഷിച്ച് വരണം. ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ള എന്ന് പറയുന്നത് പാർക്കിങ്ങിൻ്റെ പൈസയാണ്, 200 രൂപ.